ഗസയിൽ വെടിനിർത്തൽ അല്പസമയത്തിനകം പ്രാബല്യത്തിൽ വരും. ബന്ദികളുടെ പട്ടിക ഹമാസ് അല്പസമയം മുൻപ് ഇസ്രായേലിന് കൈമാറി. നേരത്തെ നിശ്ചയിച്ചിരുന്ന വെടിനിർത്തൽ സമയത്തിനു ശേഷം ഇസ്രായേൽ സേന 10 പേരെ ഗസയിൽ വധിക്കുകയും ചെയ്തു. BK സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, പട്ടിക കൈമാറിയിരിക്കുന്നു ഇസ്രായേൽ. ഇതോടുകൂടി അനിശ്ചിതാവസ്ഥ നീങ്ങിയിരിക്കുകയാണോ? എപ്പോഴായിരിക്കും വെടിനിർത്തൽ കരാർ നടപ്പിൽ വരിക? ദിവ്യ, ഇനി പന്ത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ കോർട്ടിലാണ്. 3 ബന്ദികളുടെ ഇന്ന് ഹമാസ് മോചിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന 3 ബന്ദികളുടെ വിവരങ്ങൾ ഏതായിരുന്നാലും ഇപ്പോൾ ഹമാസ് ഇസ്രായേലിന് കൈമാറിയിരിക്കുകയാണ്. ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ആ 3 പേരുടെയും പേരുകളും ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം പക്ഷേ വളരെ സങ്കടകരമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നത്തെ ദിവസം പുലർന്നാൽ വെടിനിർത്തലുണ്ടാകും എന്ന് ആശ്വസിച്ചിരുന്ന ആളുകൾക്കിടയിലേക്ക് ഇസ്രായേൽ വലിയ ബോംബുകൾ മിസൈലുകളും അയച്ച് 10 പേരെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഗസ സിറ്റിയിലും വടക്കൻ ഗസയിലുമായി 10 പേരെ ഇസ്രായേൽ സേന വധിച്ചിരിക്കുകയാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് എപ്പോഴായിരിക്കും ഈ ബന്ദികളുടെ മോചനം എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഇസ്രായേൽ വെടിനിർത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ ഉടനെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏത് പ്രദേശത്താണ് ആ ബന്ദികളുടെ മോചനം ഉണ്ടാവുക? 3 പേർ സ്ത്രീകളാണ്. ആ സ്ത്രീകൾ എവിടെ നിന്നായിരിക്കും അവരെ കൈമാറുക എന്നതടക്കമുള്ള കൗതുകരമായ കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സമയമായി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഒരുപക്ഷെ ഈ സീസ് ഫയറിൻ്റെ അത് തുടങ്ങി എന്നുള്ള കാര്യം പ്രഖ്യാപിക്കുമായിരിക്കും. ഗസയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറിക്കഴിഞ്ഞു. അത് വലിയൊരു സൂചനയാണ്. ഇനി വടക്കൻ ഗസയിലേക്കടക്കം ഗസക്കാർക്ക് പോകാനുള്ള അവസരം ഒരുങ്ങുമോ? ഇപ്പോൾ അവരുടെ ഒരു ഭീഷണിയായി വരുന്നത് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു എങ്കിൽ പോലും തെക്കൻ ഗസയിൽ നിന്ന് വടക്കൻ ഗസയിലേക്ക് ആളുകൾ പോകരുത്, അത് അപകടകരമാണ് എന്ന സന്ദേശം അറബിയിൽ റെക്കോർഡ് ചെയ്ത് IDF ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം നീണ്ട 15 മാസം എടുത്തുകൊണ്ടാണ് വടക്കൻ ഗസയിലുള്ള ആളുകളെല്ലാം അവിടെ ഒരു ശ്മശാന ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നത് ഇസ്രായേൽ. അവിടേക്ക് വീണ്ടും ആളുകൾ എത്തുക എന്ന് പറയുന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്. പക്ഷേ വലിയ ഭീഷണികൾ മുഴക്കുന്നു. വടക്കൻ ഗസയുടെയും തെക്കൻ ഗസയുടെയും ഇടയിലുള്ള ഇടനാഴി നെറ്റ്സരീം ഇടനാഴിയാണ്. അവിടെ ഇസ്രായേലി സേന കാവൽ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് പരമാവധി ആളുകളെ പിന്തിരിപ്പിക്കാനും ആരെങ്കിലും വടക്കൻ ഗസയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ ആയുധങ്ങൾ കൊണ്ടല്ല പോകുന്നത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയും അത്തരമൊരു സാഹചര്യത്തിൽ എവിടെ നിന്നാണ് ഈ ബന്ദികളുടെ കൈമാറ്റം നടക്കുക? അത് വടക്കൻ ഗസയിൽ നിന്നാകുമോ തെക്കൻ ഗസയിൽ നിന്നാകുമോ എന്നുള്ളത് കൗതുകമുള്ള കാര്യമാണ്. ആ 3 ബന്ദികൾ പുറത്തു വരുന്ന ദൃശ്യം അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതോടൊപ്പം പറയണം, 95 ഫലസ്തീൻ തടവുകാരെ ഇന്ന് ഇസ്രായേൽ മോചിപ്പിക്കേണ്ടതുണ്ട്. അതെങ്ങനെയായിരിക്കും? ഇന്ന് തന്നെ അത് സാധ്യമാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഹമാസ് ബന്ദികളുടെ പട്ടിക ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട്. ആ പട്ടിക കൈമാറണമെന്നായിരുന്നു നെതന്യാഹു ആവശ്യപ്പെട്ടത്. ഇനി ഇസ്രായേലിന്റെ കോർട്ടിൽ തന്നെയാണ് പന്തുള്ളത്. എന്ത് തീരുമാനമാകും നെതന്യാഹു എടുക്കുക എന്നതാണ് കാത്തിരിക്കേണ്ടത്. വിവരങ്ങളാണ് BK സുഹൈൽ നൽകിയത്.